ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 46 റിവ്യൂ ആണ്. ഈ എപ്പിസോഡിനെ കുറിച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് ഞാൻ കുറേയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂഡിലാണ് പ്രേക്ഷകർ ഇതിനെ ഒന്ന് റിസീവ് ചെയ്യുന്നത്. ലൈവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു മൂഡാണ്, എപ്പിസോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു മൂഡാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് കുറച്ച് ലൈവ് കണ്ട സമയത്ത് എനിക്ക് റിയാസിൻ്റെ ഒരു ഗെയിം അപ്രോച്ച്, അല്ലെങ്കിൽ റിയാസ് ചലഞ്ചറായിട്ട് ഹൗസിൽ വന്നിട്ട് എന്ത് ഗെയിമാണ് അവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ആലോചിച്ച സമയത്ത് ഒരു അതൃപ്തി തോന്നി. എന്നാൽ എപ്പിസോഡിലേക്ക് വന്ന സമയത്ത് റിയാസിനെ വലിയ കുഴപ്പമില്ലാത്തൊരു ചലഞ്ചറായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. റിയാസും ശോഭയും വന്നിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്? ലക്ഷ്മിയാണ്. ലക്ഷ്മി ടാർഗറ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? നിലവിലത്തെ ഒരു ഗെയിമിൽ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? ലക്ഷ്മിയുടെ പൊളിറ്റിക്സിനെതിരെ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഒരു വ്യൂ പോയിന്റിനെതിരെ സംസാരിക്കാനായിട്ടുള്ള ഒരവസരം ഹൗസിൽ നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ റിയാസ് ഒരു ദിവസത്തേക്ക് വന്നു, റിയാസ് അവർക്കെതിരെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അവർ പ്രൊവോക്ഡ് ആവുകയോ ആവാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ദിവസത്തേക്ക് അവർക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു ഒപ്പീനിയൻ രൂപപ്പെടും എന്നുള്ളതല്ലാതെ ഗെയിമിൽ കാര്യമായിട്ടുള്ള ഗുണമൊന്നുമില്ല. ഗെയിമിൽ ഇത് ഗുണം ചെയ്യണം എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം, ഇപ്പോൾ റിയാസ് അവിടെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബോധമുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടാവണമായിരുന്നു. അവിടെയുള്ള കണ്ടസ്റ്റൻസിന് തൊടാൻ പേടിയുള്ള, പിടിക്കാൻ പേടിയുള്ള, ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് ഈ ലക്ഷ്മിയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അനുവൊക്കെ അവിടെ നിന്നിട്ട് അയ്യോ തലവേദന എടുക്കുന്നു, എവിടെയെങ്കിലും പോയി കിടന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് അനുവിന് അവിടെ ഒരു ഒപ്പീനിയൻ ഇല്ല, പറയാനായിട്ടില്ല. ഇപ്പോൾ ആദില നൂറ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമോ? ഇല്ല. അവർക്കറിയാം ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ആദിലയുടെ ഒരു ഗെയിമുണ്ട്, ആദിലിപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഗെയിം കളിയാണ്. ആദിൽ പുറത്ത് പോയാലും കുഴപ്പമില്ല, പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ ഗെയിം ഞാൻ ഇറക്കാമെന്നുള്ള മൂഡിൽ ഒരു നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത്. ആദിൽ ഇനി ഒരു ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാലും ആദിലയ്ക്കൊപ്പം ലക്ഷ്മിക്കെതിരായിട്ട് ഹൗസിലുള്ള ആളുകൾ നിൽക്കില്ല. കാരണം അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഇല്ല. കാരണം ആദിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് റിയാസിൻ്റെ ഒരു പ്രസൻറ്റേഷനിലും അങ്ങനെ നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നും. ഇപ്പോൾ ഇന്ന് ഹൗസിലേക്ക് വന്ന സമയത്ത് റിയാസ് അവിടെ ലക്ഷ്മിയോട് കുറച്ചും കൂടെ ഒരു മാന്യമായിട്ടുള്ള നയപരമായിട്ടുള്ള രീതിയിൽ പെരുമാറിയെന്നുണ്ടെങ്കിലും റിയാസ് പുറത്തൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അടച്ചങ്ങ് ആക്ഷേപിച്ച് കളയും. ഇപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ ലക്ഷ്മിയെക്കുറിച്ചിട്ടും കുടുംബത്തെക്കുറിച്ചിട്ടും മക്കളെക്കുറിച്ചിട്ടും വരെയൊക്കെ എന്തോ കമൻറ്റ് പറഞ്ഞു എന്ന് ആളുകൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കമൻറ്റൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും റിയാസിൻ്റെ ഒരു ഗെയിം അവിടെ അങ്ങ് ഫെയിലായി പോകും. അപ്പോൾ ഇവിടെ ഗെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല റിയാസിന്. റിയാസ് ഒരു ചലഞ്ചറായിട്ട് നിന്ന് ചെയ്താൽ മതി. ഈ റിയാസിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സീസൺ 4 പല ആളുകളും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്ന് കണ്ട ഒരു സീസണാണ്. അതിലെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന റിയാസിനേക്കാളിലും എനിക്കിഷ്ടം ഈ ചലഞ്ചറായിട്ട് വരുന്ന റിയാസിനെയാണ്. റിയാസ് ഒരു ബെസ്റ്റ് ചലഞ്ചറാണ്. അവിടെ റിയാസിന് കുറച്ചൊക്കെ എന്തൊക്കെയോ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ശോഭ, ഷിയാസ് അവർ ഹൗസിൽ നിന്ന് പോയ ചലഞ്ചേഴ്സാണ്. അവരെന്തെങ്കിലും ചലഞ്ച് കണ്ടസ്റ്റൻസിന് കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ടുള്ളൊരു ചലഞ്ചായിരുന്നു ഈ 2 ദിവസം. ഷിയാസൊക്കെ അവസാനം മടുത്തിട്ട് എൻ്റെ പൊന്നോ താങ്ക്സ് ബിഗ് ബോസ് ഞാൻ പോവാണ് എന്നുള്ളൊരു മൂഡിലാണ് പോകുന്നത്. ശോഭയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ തപ്പിയും നിറഞ്ഞുമൊക്കെ കുറച്ചങ്ങനെ നിന്നാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശോഭ പണ്ടും അങ്ങനെയായിരുന്നു. ഒരു ടാസ്കിൽ ഈ ബുദ്ധിയൊന്നും വെച്ചിട്ട് കളിക്കില്ല, ഫിസിക്കലായിട്ട് അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു പരിപാടി തന്നെയായിരുന്നു ഇന്നലെ ഇന്നും ഹൗസിൽ ശോഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അവർ ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു റോളിൽ കാര്യമായിട്ടുള്ള ഫെയിലിയർ ആയിരുന്നു. അതിപ്പോൾ ഷിയാസും വലിയ കാര്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും അവിടെ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അനുവിൻ്റെ പ്ലാച്ചി എടുത്ത് കളഞ്ഞു. പ്ലാച്ചിക്ക് എത്ര ഗെയിമേ ഉള്ളൂ, പ്ലാച്ചി പുറത്ത് പോയി, അനു കുറച്ച് നേരം കരഞ്ഞു, അത് കഴിഞ്ഞു. അനുവിന് പോലും ഗുണപ്പെട്ടില്ല. ഈവൻ ആ പ്ലാച്ചിക്ക് പോലും ഒരു അനുകൂലമായിട്ടുള്ള, പുറത്തേക്ക് പറന്നു പോയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സഹതാപ തരംഗം കിട്ടിയില്ല. അപ്പോൾ അനുവിൻ്റെ ഫാൻസ് പോലും അതിനെ ഒന്നും കൺസിഡർ ചെയ്തില്ല. അപ്പോൾ അതവിടെ പോയി. അപ്പോൾ ആ ഒരു പരിപാടി അവിടെ ഫെയിലായി. ശോഭ കുറച്ചും കൂടെ മറ്റേ ഈ റീൽ മൊമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഭയങ്കര പ്രോഗ്രസീവ് സപ്പോർട്ടിങ് ലേഡിയാണെന്ന് കാണിക്കാൻ വേണ്ടി കുറേ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചു. അതും ആരും വലിയ കാര്യമായിട്ട് കണക്കിലെടുത്തില്ല. പിന്നെ ഈ ഡയമണ്ടുമായി ബന്ധപ്പെട്ട ഒരു സംഗതി, ഡയമണ്ട് മോഷണം പോകുന്നു. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അതിലേക്ക് കാര്യമായിട്ട് ഇടപെടുന്നോ, അതും പ്രോപ്പറായിട്ട് വർക്കായില്ല. അപ്പോൾ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഒരു ചടങ്ങിന് വേണ്ടിയുള്ള ഒരു പരിപാടി നടത്തുന്നത് പോലെ BB ഹോട്ടൽ ടാസ്ക് ആയിപ്പോയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണെങ്കിലും റിയാസിനെ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റ്സ്, ചിരി ഉണ്ടാക്കുന്ന ചില മൊമെൻറ്റ്സ് ഹൗസിൽ ഇന്ന് വൈകിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റി. അതും മറ്റേ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തതിലുള്ള ഒരു അഴകാണ് ശരിക്കും റിയാസിൻ്റെ ഒരു അപ്രോച്ചിലെ ഏറ്റവും പോസിറ്റീവ്നെസ്. ഇനി എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ ഡയമണ്ട് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. ഈ ഡയമണ്ട് എടുത്ത് മാറ്റിവെച്ചു.
മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ്? ശോഭ അത് കെയർലെസ് ആയിട്ട് അവിടെ ഇട്ടതുകൊണ്ട്. ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ്, ഒരു ഡിസ്കഷൻ ഒക്കെയാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ആർക്കും ഒരു ആവേശമൊന്നും കണ്ടില്ല. ഡയമണ്ട് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളിങ്ങനെ ചാടിപ്പുറപ്പെട്ട് ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഒരു പ്രശ്നമായിട്ട് മാറേണ്ടതൊക്കെ ആയിരുന്നു. എന്നാൽ അതിനകത്ത് വലിയൊരു ആവേശമൊന്നും പല ആളുകളുടെ അടുത്തൊന്നും ഞാൻ കണ്ടില്ല. ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ് എന്നുണ്ടെങ്കിലും ഓരോ ആളുകളും ഓരോ ഗെയിം അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ നല്ല ജോലിക്കാരെ പോലെ നിന്ന്, നല്ല വേലക്കാരെ പോലെ നിന്ന് കോയിനും സ്റ്റാറും ഒക്കെ കരസ്ഥമാക്കാൻ വേണ്ടി പറയുന്ന അടിമ പണിയൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഹോട്ടൽ ടാസ്ക് എന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. ചില ആളുകൾ ഈ ഒരു ടാസ്ക് ഒന്നും ചെയ്യേണ്ട, താനായിട്ട് നിന്ന് എന്തെങ്കിലും മാസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ആര്യനൊക്കെ അട്ടർ ഫെയിലറാണ്. കാരണം ആര്യൻ ഹോട്ടൽ ടാസ്കിൽ നിന്ന് പലപ്പോഴും പുറത്ത് വന്നിട്ട് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആര്യൻ ശരിക്കും പറഞ്ഞാൽ ഗെയിമിൽ ഒട്ടും ഫോക്കസ്ഡ് അല്ല. അതേപോലെ തന്നെ ആദിലയ്ക്ക് എന്ത് നല്ല ഒരു റോളാണ് കിട്ടിയത്. പക്ഷേ അത് ആദില ഭംഗിയായിട്ട് ചെയ്തു എന്ന് എനിക്കൊരു അഭിപ്രായവുമില്ല. അവർക്കൊക്കെ കുറച്ചും കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അഭിലാഷും നൂറൊക്കെ ആ സൈഡിലേക്ക് അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. സാബു മാനെ പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി. എന്നാൽ സാബു കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് എനിക്ക് തോന്നി. കാരണം സാബുവിന് ഏറ്റവും യോജിക്കുന്ന ഒരു പരിപാടിയാണ് അവർ കൊടുത്തത്. പിന്നെ എന്താണ്, ഈ ഡയമണ്ട് കാണാതെ പോയപ്പോഴത്തേക്ക് ഡയമണ്ട് മെർച്ചൻ്റായിട്ട് അവിടെ ഗസ്റ്റായിട്ട് വന്ന ശോഭ കുറേയൊക്കെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ശോഭയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് പല സമയത്തും ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബോധം കെട്ട് വീഴുന്നു, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ബിഗ് ബോസ് മെനക്കെട്ട് ഓരോ റോളുകളും ഓരോരോ ടാസ്കുകളും കണ്ടസ്റ്റൻസിന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നെവിൻ ഇന്ന് കിട്ടിയ ഒരു ടാസ്ക് ഈ മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ്. ഇപ്പോൾ ലൈഫ് കോച്ചായിട്ട് പുതിയ എന്തോ ബിരുദം നേടിയ നെവിന് ആളുകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാം, ആളുകളോട് സംസാരിക്കാം, അവരെ കെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു ടാസ്ക്കൊക്കെ നെവിൻ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. റെനെ എൻ്റെ ഇടയ്ക്ക് മറ്റേ വയറും വെച്ച് കിട്ടി ഗർഭം കാണിച്ചുകൊണ്ട് നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ തന്നെ മൈൻഡ് ചെയ്തില്ല. ആ ഒരു വിഷ്വലുകൾ കട്ട് ചെയ്ത് കളയുകയായിരുന്നു. റെന വരുമ്പം തന്നെ അങ്ങനെ ഒരു ടാസ്ക് റെന അങ്ങ് ചെയ്തതുകൊണ്ട് റെന വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള എഡിറ്റിങ് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ അത് രസമായിട്ട് തോന്നിയില്ല, അത് ആളുകൾക്ക് ആസ്വദിക്കാനായിട്ട് വകയുള്ളതായിരുന്നില്ല. പിന്നെ ഈ ശോഭ ബോധം കെട്ട് വീഴുന്നു, അനുവിൻ്റെ മടിയിലേക്ക് വീഴുന്നു, അങ്ങനെയുള്ള ശോഭയുടെ കുറേ ക്യൂട്ട്നെസ് മെഴുകലുകൾ. ഏതായാലും ഡയമണ്ട് മിസ്സായ സമയത്ത് നമ്മുടെ AK-47 ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് നല്ല റഷ്യൻ ഇംഗ്ലീഷ് ആക്സെൻ്റൊക്കെ വന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ അങ്ങനെയുള്ള ചില സീരീസിലൊക്കെ കാണാറില്ലേ, അപ്പോൾ അങ്ങനെയുള്ള മറ്റേ റോബറി തെഫ്റ്റ് സീരീസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലൊക്കെ കേൾക്കുന്നത് പോലെയുള്ള നല്ലൊരു ആക്സെൻറ്റ് ജിസേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. ഇതിനുശേഷം റിയാസ് ഹൗസിലേക്ക് വരികയാണ്. റിയാസിനെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. റിയാസ് പിന്നെ അറിയാമല്ലോ, നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ ഒരു ഓറയൊക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാ ആളുകൾക്കും വലിയ സന്തോഷം. നൂറൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം, ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ലക്ഷ്മിയൊക്കെ എത്രയധികം സന്തോഷിക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി, എന്താണ് ലക്ഷ്മി സന്തോഷിക്കുന്നത്? ചലഞ്ചേഴ്സ്, എന്നെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ചലഞ്ചർ എന്നുള്ള രീതിയിലാണോ സന്തോഷം എന്നുള്ളത് എനിക്കറിയില്ല. ഈ ലക്ഷ്മിയെ തന്നെയാണ് റിയാസ് വന്നപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഹൗസിലില്ല എന്നുള്ളത് കണ്ടസ്റ്റൻസ് മനസ്സിലാക്കണ്ടേ? അതേപോലെ തന്നെ നമ്മളും ഒന്ന് മനസ്സിലാക്കണം. ഇനി കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടാക്കിയ ലക്ഷ്മി മാത്രമേ ഉള്ളൂ ഈ ചലഞ്ചേഴ്സിന് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. ഇപ്പോൾ ആര്യനെ ഇപ്പോൾ ഷിയാസ് പറയുന്നുണ്ട് സാരിത്തുമ്പ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. വേറെ സംഗതിയൊന്നുമില്ല. ഇപ്പോൾ ലക്ഷ്മിക്ക് റിയാസ് വന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, റിയാസ് എന്തോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അത് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ് സംസാരത്തിലും അതേപോലെ തന്നെ ഭാഷയിലും. അപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും റിയാസ് ഭാവഭേദ വ്യത്യാസമില്ലാതെ വീണ്ടും ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ലക്ഷ്മി ടാസ്കിൽ നിന്ന് പുറത്തേക്ക് പോയി. ലക്ഷ്മി അറിയാതെ ലക്ഷ്മിയായിപ്പോയി. റിയാസ് ആ ഒരു ഹോട്ടൽ ടാസ്കിൽ തന്നെ നിന്നുകൊണ്ട് ലക്ഷ്മിയെ ചെറിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആളുകൾ റിയാസിനെ പരിചയപ്പെടുത്തുന്നുണ്ട് സ്വയം. അപ്പോൾ അവരുടെ റോളുകൾ ഹോട്ടൽ ടാസ്കിലുള്ളത് പറയുകയാണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മണ്ടൻ ആര്യനാണ്. ആര്യം പറയുകയാണ്, ഞാൻ മുതലാളിയുടെ മകളുടെ കൂട്ടുകാരനാണ്, മുതലാളിയുടെ മകളുടെ പൈസ കണ്ടിട്ട് പുറകെ നടക്കണതാണ്. എന്തോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. അവിടേക്ക് എന്തൊരു ഗെയിമുണ്ട്, എന്തെങ്കിലും രസമായിട്ടുള്ള എന്തെങ്കിലും ആക്റ്റൊക്കെ അവർക്ക് ചെയ്യാം. പക്ഷേ അവരിങ്ങനെ ഇതിങ്ങനെ ഒരു ടാസ്ക്കാണ് മറ്റേ എന്താ പറയുന്നത്, ഒരു പണി പോലെ അങ്ങോട്ട് തീർത്ത് ഒഴിവാക്കി വിടുകയാണ്. ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ പല ആളുകൾക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. റിയാസ് ഒരു മൂവി പ്രൊഡ്യൂസറായിട്ടാണ് ബിഗ് ബോസ് ഹോട്ടലിലേക്ക് വരുന്നത്. അദ്ദേഹം ബെസ്റ്റ് സർവീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 7 സ്റ്റാറൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഒരു ലോഡ്ജ് ഫീലൊക്കെ പുള്ളിക്ക് അടിക്കുന്നുണ്ട് ചില ആളുകളുടെ ഒരു സാന്നിധ്യം കൊണ്ട്. പിന്നെ അനുമോളുടെ ആ ഒരു ഷോർട്ട് ഡ്രസ് കമൻറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഈ ഒരു ഹോട്ടലിലെ റെപ്യൂട്ടേഷനൊക്കെ പോയിരിക്കുകയാണെന്ന് ക്യാബ് ഡ്രൈവർ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഇതിനുശേഷം ഹോട്ടൽ ടാസ്കിലെ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസിനനുസരിച്ചിട്ട് കോയിൻ കൊടുക്കുകയാണ്. ഷിയാസ് ഫസ്റ്റ് പ്രിഫറൻസിൽ ഒനിലിനെയാണ് പറയുന്നത്. കിച്ചൺ ടീമിൽ നിന്ന് നല്ല ഫുഡൊക്കെ കിട്ടി. ബിന്നിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് പറയുന്നത് ബിന്നിക്ക് ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ല എന്നുള്ളതാണ്. ചീഫ് കുക്കാണ്.
ചീഫ് കുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അസിസ്റ്റൻറ്റുകളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചില കമാൻഡിങ് പവർക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ അസിസ്റ്റൻറ്റുകളായിട്ടുള്ള ആളുകൾ ഒതുക്കിയിട്ട് മുന്നിലേക്ക് വരാം. അതേപോലെ കിച്ചൺ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അതേപോലെ തന്നെ എങ്ങനെ ഒരു ഫുഡ്, ഏത് ഫുഡ് കൊടുക്കണം എന്നുള്ളതിലൊക്കെ കൂടുതലായിട്ട് ഇടപെടാം. ഇതൊന്നും പിന്നെ ചെയ്തില്ല. അവർ ചെയ്യുന്ന പരിപാടി ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ഞാൻ ഒരു ഷെഫാണെന്ന് പറഞ്ഞ് അവിടെ നിന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അസിസ്റ്റൻറ്റുകളുടെ അത്രയും ഒരു ബെനിഫിറ്റ് ബിന്നിക്ക് ലഭിച്ചില്ല. അപ്പോൾ അതിനകത്ത് എനിക്ക് ബിന്നിക്ക് ഗെയിം കളിക്കാൻ അറിയത്തില്ലാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു അതൃപ്തികളൊക്കെ ഗസ്റ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ജിഷിൻ കുറച്ചും കൂടെ മാന്യമായിട്ട് ആ ഒരു കാര്യങ്ങളെ ഡീൽ ചെയ്തു. ജിസേലിന് കോയിൻ കൊടുക്കുന്നുണ്ട്. ജിസേൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു, ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ശോഭ അഭിപ്രായപ്പെടുന്നു. അതിനിടയ്ക്ക് ആര്യനും ആദിലയും അവരുടെ ഒരു ഡ്യൂട്ടി നമുക്കറിയാലോ. അവർക്ക് ഡ്യൂട്ടി അല്ല, അവരുടെ റോളെന്ന് പറയുന്നത് മുതലാളിയുടെ മകളും കൂട്ടുകാരനും ഒക്കെ ആണല്ലോ. അപ്പോൾ ആര്യം പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഒരു പണി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കോയിൻ കിട്ടാനായിട്ടോ അല്ലെങ്കിൽ വരുമാനം കിട്ടാനായിട്ടോ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഓരോ ഗെയിമിൽ ഓരോ ലൂപ്പ് ഹോൾസ് ഇല്ലേ, അല്ലെങ്കിൽ ഓരോ ഗെയിമിൽ ഓരോരോ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വന്ന ഗസ്റ്റാണോ കൂടെയുള്ള കണ്ടസ്റ്റൻസ് ആണോ കണ്ടുപിടിച്ച് തരേണ്ടത്? ആരിൻ്റെ ഒരുമാതിരി ഇമ്മച്ചുവറായിട്ടുള്ള ഗെയിം പരിപാടികൾ. ഇവിടെ ഷിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കിപ്പോൾ ഒരു പണിയുണ്ടല്ലോ, നിനക്ക് പറ്റിയൊരു പരിപാടിയാണത്, സാരി തുമ്പിൽ പിടിച്ച് നടക്കുന്ന ഒരു പരിപാടി പോലത്തെ ഒരു പരിപാടി. അപ്പോൾ അത് ആതിരയുടെ പുറകെ നടക്കുന്ന പരിപാടി, അതാണ് നിനക്ക് നല്ലത്. അപ്പം ആര്യം പറയുന്നു, ഇന്നലെ ഞാൻ സാരി തുമ്പ് പിടിച്ച് നടന്നു, അപ്പോൾ എനിക്ക് പോയിന്റ് വന്നില്ല. എന്തുവാണ് ആ ചെങ്ങായി കിടന്നിട്ട് പറയണത്? അതേപോലെ ആര്യനെ കുറിച്ചിട്ട് പറയുമ്പോൾ ജിസൈലിനല്ലാതെ ഒരാൾക്കും ആര്യനോട് വലിയ താല്പര്യമില്ല. കാരണം ആര്യൻ ഹൗസിലെ ഡ്യൂട്ടികളൊന്നും ഭംഗിയായിട്ട് ചെയ്യത്തില്ല. അത് അന്നും ചെയ്യത്തില്ല, ഇന്നും ചെയ്യത്തില്ല. അപ്പോൾ ഷാനവാസും ആര്യനും അനീഷും ഒക്കെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കേട്ടതാണ്. ഷാനവാസിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിനും അതേപോലെ തന്നെ അനീഷിനും ഇന്നലെ ഇന്നുമായിട്ട് കാര്യമായിട്ടുള്ള ഡ്യൂട്ടികളുണ്ട്. അവർക്ക് വലിയ കാര്യമായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല. എന്നാലും ഷാനവാസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യവും ഷാനവാസ് ആർക്കും വേണ്ടി ചെയ്യാറില്ല. അത് പുള്ളിയുടെ ഒരു രീതിയാണ്, പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ആര്യൻ ഉടായിപ്പാണ്. ആര്യൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കും. അതേപോലെ തന്നെ അവിടെ വേറൊരു പ്രശ്നം എടുത്തിടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. സാബുമാൻ വെയിലത്തൊക്കെ നിന്നതായതുകൊണ്ട് സാബുമാൻ ഒരു കോയിൻ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ ശോഭയും ഷിയാസും ഒക്കെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഭയങ്കര സ്ട്രെയിനുള്ള പരിപാടിയായിരുന്നു എന്നുള്ളത് ഷിയാസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ശോഭ ഇങ്ങനെ പരതി നടക്കുന്നുണ്ട്, പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ സീസൺ 5 ഉണ്ടായിരുന്നതുപോലെ കടിച്ചു തൂങ്ങി അവിടെ എങ്ങാനും കിടക്കാനായിട്ടുള്ള ഒരു പരിപാടിയും പാടുമൊക്കെയാണ് പുള്ളിക്കാർ നോക്കുന്നത്. ഭയങ്കര ഫിസിക്കലായിട്ടാണ് ഗെയിമിൽ ഇങ്ങനെ ഇൻവോൾവ് ആവുന്നത്. വേറെ വലിയ കാര്യമായിട്ടുള്ള ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ചിന്തയൊന്നും ശോഭയ്ക്ക് ഇല്ല. വീണ്ടും റിയാസ് ജനറൽ മാനേജറെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജനറൽ മാനേജർ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഐ വിൽ ബി ബാക്ക് ഇൻ 3 minutes എന്ന് 2 minutes എന്ന് കണ്ട് നമ്മുടെ ജനറൽ മാനേജർ പറയുന്നു. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് അവിടെ വീണ്ടും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റി ഇല്ല എന്നൊക്കെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു മനുഷ്യനായി മാറണം എന്നൊക്കെ പറയുന്നു. പിന്നീട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മറ്റേ ആര്യൻ ഷാനവാസ് എന്നിവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നമാണ്. അത് ആര്യൻ ഷാനവാസ് എന്നിവർക്കിടയിൽ നിന്നുള്ളതല്ല, ഹൗസിൽ മൊത്തമായിട്ടും ആര്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഷാനവാസ് ടാസ്കിനകത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. നീ ആരാണ് ഇതൊക്കെ പറയാനായിട്ട്? നീ വെറും ഫ്രണ്ടാണ്, മറ്റേ മുതലാളിയുടെ മോളുടെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഇവിടുത്തെ വർക്കേഴ്സാണ്, ഞങ്ങളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. ഇതിനുശേഷം ഓരോ ആളുകൾക്കും സ്റ്റാർസ് കൊടുക്കുകയാണ്. ആദില ബിന്നിക്ക് സ്റ്റാർ കൊടുക്കുന്നുണ്ട്, ഷാനവാസിന് 2 സ്റ്റാർ കൊടുക്കുന്നുണ്ട്, അനീഷിന് 1 സ്റ്റാർ, ജിസേലിന് സ്റ്റാർ, നെവിന്, അക്ബർ, ഒനില, അനു എല്ലാ ആളുകൾക്കും ഈ തവണ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ വ്യക്തിയായിട്ട് ഷാനവാസ് മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അക്ബറിനും അനീഷിനും സ്റ്റാറുകൾ എണ്ണം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ചില പോയ പവേഴ്സൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നു. പ്രധാനപ്പെട്ടതായ എപ്പിസോഡിൽ അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ എപ്പിസോഡിൽ കണ്ടത് എന്താണ്? കിച്ചണിൽ ഉള്ള ചില പ്രശ്നങ്ങൾ, ഒനിലും അതേപോലെ തന്നെ ജിഷിനും ഒക്കെ റിസൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ആരിന് അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണം ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ടാസ്കിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ലക്ഷ്മി പറയുന്നു. പിന്നെ മറ്റേ റിയാസ് ചില ഗെയിമൊക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നു. ഷാനവാസിനെയും അനീഷിനും ഒരു പണി കൊടുക്കാൻ വേണ്ടി ആരിനെ കൊണ്ട് ബെഡ്റൂമൊക്കെ അലങ്കോലപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അക്ബറുമായി പ്ലാൻ ചെയ്തിട്ട് അവിടെ ട്രാഷ്, അതായത് ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ നിരത്തിയിടുന്നു. അപ്പോൾ അതും ഷാനവാസിനിട്ടും അനീഷിനിട്ടും ഒരു പണിയായിട്ട് മാറുന്നു. പക്ഷേ അവർ റിയലൈസ് ചെയ്യുന്നു അതൊരു പണിയാണ്, ഒരു കുഴപ്പമില്ലാതെ ചെയ്യാമെന്നുള്ള മൂഡിൽ നിന്നാൽ മതി എന്നൊക്കെ ഷാനവാസ് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. പിന്നെ മുതലാളിയുടെ മകൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവർ പനീറിനകത്ത് ഉപ്പ് വാരിയിടുന്നു. പിന്നെ അത് ഈസിയായിട്ട് കോരി മാറ്റാൻ പറ്റുന്നതായിരുന്നു. എല്ലാ ആളുകളുടെയും ഭക്ഷണത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്നൊക്കെ ഒനിൽ വെല്ലുവിളിക്കുന്നു. അങ്ങനെയുള്ള മൊത്തത്തിലുള്ള വെല്ലുവിളിയും പരിപാടിയൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ, എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല.
വേറൊന്നും എനിക്കതിനകത്ത് പറയാൻ തോന്നിയില്ല. ഇതിങ്ങനെ വളരെ പ്ലെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ദിവസം, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്തെങ്കിലും ഇൻസിഡൻസോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോ ഗെയിം മൊമെൻറ്റ്സോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.